അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 6ഓളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് യോജിപ്പിക്കാനുള്ള ഭാഗത്ത് എന്ത് ചെയ്യണം? ഓരോന്നിനോടും ശരിയായത് എടുത്തെഴുതണം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം, ഈജിപ്ത് ഗവർണർ. അപ്പം ഈജിപ്തിലെ ഗവർണറുടെ പേര് ആ മൂന്നാമത്തെ ഭാഗത്തുണ്ട്. ആദ്യം നമുക്ക് ആ മൂന്നാമത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. മരണാനന്തരവും നിലനിൽക്കും. മരണാനന്തരവും നിലനിൽക്കും. രണ്ടാമത്തത് തൗഹീദ്. മൂന്നാമത്തത് അംറുബ്നുൽ ആസ്. അടുത്തത് ബഹു ദൈവവിശ്വാസം, നദി, വിശേഷണങ്ങൾ. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് ഈജിപ്ത് ഗവർണർ, അത് അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടെ അംറുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നെടുത്തെഴുതുക. ഇനി രണ്ടാമത്തത് നൈൽ. നൈൽ എന്നുള്ളത് എന്താണ്? ഒരു നദിയാണ് അല്ലേ. മൂന്നാമത്തത് പ്രവാചകരുടെ മുഅ്ജിസത്ത്, അത് മരണാനന്തരവും നിലനിൽക്കും. അപ്പോൾ അവരുടെ മുഅ്ജിസത്ത് മരണാനന്തരവും നിലനിൽക്കും എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നാലാമത്തത് ഷിർക്ക്, ബഹുദൈവ വിശ്വാസം. അപ്പോൾ അവിടെ ആ മൂന്നാമത്തെ ഭാഗത്ത് നിന്നും ബഹുദൈവ വിശ്വാസം എന്നുള്ളത് തന്നെയാണ് അവിടെ എടുത്ത് എഴുതാനുള്ളത്. അത് ആ ഒരു നാലാമത്തെ ഭാഗത്ത് തന്നെയാണ് നൽകിയത്. അപ്പോൾ അത് അതുപോലെ തന്നെ എടുത്തെഴുതുക. അഞ്ചാമത്തത് സ്വിഫാത്ത്. അപ്പോൾ സ്വിഫാത്ത് എന്നുള്ളതിനോട് യോജിച്ചതാണ് വിശേഷണങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിശേഷണങ്ങൾ എന്നുള്ളത് എടുത്തെഴുതുക. ആറാമത്തത് ഏകദൈവ വിശ്വാസം, അതിന് പറയുന്ന പേരാണ് തൗഹീദ്. അപ്പം തൗഹീദ് എന്നുള്ളത് ഏകദൈവ വിശ്വാസത്തിന് നേരെ എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗമാണ് പൂർത്തിയാക്കാം. 5 കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ എഴുതണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് മൻ ആദ ലീ വലിയൻ ഫഖദ് ആദൻ തുഹൂബിൽ ഹറബ്. അപ്പോൾ അവിടെ ആദൻ തുഹൂബിൽ ഹറബ് എന്നുള്ളതാണ് എടുത്ത് എഴുതാനുള്ളത്. രണ്ടാമത്തത് വഇൻ ഖാനല്ലാഹു യുജിരീകി ഫഅസ്അലുൽ വാഹിദൽ ഖഹാർ അൻ യുജിരിയക എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അൻ യുജിരിയക. ഇനി മൂന്നാമത്തത് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയത്. അപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത് എന്നുള്ളതാണ് അവിടെ എടുത്ത് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തത് ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. അപ്പോൾ അവിടെ ഓരോ നക്ഷത്രവും എന്നുള്ളതാണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത് വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയ. അപ്പോൾ അവിടെ ഔലിയ എന്നുള്ളതാണ് അവിടെ എഴുതി പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം മുഅ്ജിസത്തിന് ഓരോ ഉദാഹരണം എഴുതാം. അപ്പോൾ ഓരോ നബിമാരുടെയും മുഅ്ജിസത്തിന് ഓരോ ഉദാഹരണം വീതം എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ഏതാണ്? ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ തന്നെയാണ്. പിന്നെ ഇസ്രാ മിഅ്റാജ് യാത്രകൾ, ഇസ്രാവും മിഅ്റാജും യാത്രകൾ, പിന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് ഏതൊക്കെയാണ്? ഒരു വടി, അത് നിലത്തിട്ടാൽ ഭീകരമായ ഒരു സർപ്പമാവും, കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് ഈസാ നബിയുടെ മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. അപ്പോൾ അത് ഈസാ നബിയുടെ മുഅ്ജിസത്തായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതവിടെ എടുത്ത് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പം അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വ്യക്തമാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ നോക്കാം, മുഅ്ജിസത്ത്. എന്താണ് മുഅ്ജിസത്ത്? അതിൻ്റെ ഉത്തരമായിട്ട് എഴുതാനുള്ളത് മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ
അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഒന്നുകൂടെ നോക്കാം. മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇബാദത്ത് എന്നാൽ എന്ത്? അപ്പം അതിൻ്റെ ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ഇനി മൂന്നാമത്തത് കറാമത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. അപ്പം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ചോദ്യം, അംബിയ മുർസലുകൾ. അപ്പം ആരാണ് അംബിയ മുർസലുകൾ? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അപ്പം അവിടെ ഒന്നുകൂടെ നോക്കാം. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ഇനി അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 2 ചോദ്യങ്ങൾ മാത്രമാണ് നൽകിയത്. അപ്പോൾ അതിന് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം, മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ മാജിക്ക് പരാജയപ്പെടുത്താനും കഴിയും. മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മാജിക്ക് നമുക്ക് സാധാ മനുഷ്യന്മാർക്കൊക്കെ എന്താക്കാം, മാജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കാൻ കഴിയും. മാജിക്ക് പരാജയപ്പെടുത്താനും കഴിയും. ഇനി രണ്ടാമത്തേത് നോക്കാം. ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ്? ഔലിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ്? അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഇനി അവസാനത്തെ ഭാഗമാണ് 6ാമത്തെ ഭാഗം. ക്രമത്തിലാക്കാം. ഇപ്പോൾ താഴെ ക്രമം തെറ്റിച്ചാണ് കൊടുത്തത്, അത് ക്രമത്തിലാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തെ നോക്കാം. മഹാത്മാക്കൾക്ക് ഉണ്ടാകുന്നതാണ് ജീവിതകാലത്തെന്ന മരണാനന്തരവും പോലെ കറാമത്തുകൾ. അപ്പോൾ അത് യോജിപ്പിച്ചെഴുതുമ്പോൾ, ക്രമത്തിലാക്കി എഴുതുമ്പോൾ, ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.